ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാക്ഷി കിച്ചൻ. ഇന്ന് നമുക്ക് ബനാന ഹൽവ തയ്യാറാക്കാം. ഇപ്പോൾ വീട്ടിൽ നല്ലോണം പഴുത്ത പഴമുണ്ടെങ്കിൽ അതൊട്ടും തന്നെ വേസ്റ്റ് ആക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ തയ്യാറാക്കാം. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കി വരാം. ഹൽവയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കിലോയോളം ഞാലിപ്പൂവൻ പഴം എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം പഴുത്ത പഴമാണ്. ഹൽവ തയ്യാറാക്കാൻ എപ്പോഴും നല്ല പഴുത്ത പഴം തന്നെ നോക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് എടുക്കണം. ഇനി ഇത് നമുക്ക് മിക്സിയിലൊന്ന് നല്ലോണം അരച്ചെടുക്കാം. പഴം പുരട്ടി എടുക്കാനായിട്ട് പാത്രം വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം 2 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കാഷ്യൂനട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വറുത്തെടുക്കാം. ഇതിൻ്റെ കളറ് ചേഞ്ച് ആയിട്ടുണ്ട്. ഇതിനി എടുത്തു മാറ്റാം. അപ്പോൾ കാഷ്യൂനട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ സെയിം പാത്രത്തിലോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പഴമില്ലേ, അതിട്ട് നല്ലോണം ഒന്ന് വരട്ടിയെടുക്കാം. പഴം വഴണ്ടു വരുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 ഉണ്ട ശർക്കര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം 500 ഗ്രാം ശർക്കരയുണ്ട് ഇത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഉരുക്കിയെടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ശർക്കര അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശർക്കര ഇനി നല്ലോണം ഒന്ന് ഉരുക്കി വരട്ടെ. പഴം വഴറ്റി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണും കൂടി നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ദേ പാനിൽ നിന്ന് പഴം വിട്ടു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയില്ലേ, അത് ചേർത്ത് കൊടുക്കാം. അത് അരിച്ച് ചേർത്ത് കൊടുക്കണേ, കാരണം ഈ ശർക്കരപ്പാനിയുടെ അഴുക്ക് ഹൽവയിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഈ ശർക്കരയും പഴവും കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ശർക്കരപ്പാനി ചേർക്കുമ്പോഴേ ആദ്യം തന്നെ മുഴുവനും ഒഴിച്ചു കൊടുക്കരുത്. ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് പിന്നെ മധുരം നോക്കി വേണമെങ്കിൽ ബാക്കി ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 10 ഏലക്ക എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഈ ഏലക്കയും പഞ്ചസാരയും ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇതിലേക്ക് ഏലക്കയും പഞ്ചസാരയും കൂടി നമ്മൾ പൊടിച്ചു വെച്ചിട്ടില്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ മധുരം കൂടുതലാണെങ്കിൽ ഏലക്ക മാത്രം പൊടിച്ചത് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഇതിന് മധുരം സ്വല്പം കുറവായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്തത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കൂടി നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടി. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഹൽവയിലേക്ക് ടോട്ടൽ 1/2 കപ്പ് നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാനിൽ നിന്ന് വിട്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടില്ലേ, അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ നിന്ന് നെയ്യൊക്കെ കുറച്ച് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഹൽവ ഇട്ട് കൊടുക്കാം. നിങ്ങൾ ആദ്യം തന്നെ ഹൽവ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് നെയ്യ് തടവി വെച്ചിരിക്കണം. ഫ്ലെയിം ഓഫ് ആക്കിയാൽ ഉടനെ തന്നെ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണേ. ഇനി ഇത് നെയ്യ് തടവിയ സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഒരു സ്പാച്ചില വെച്ചിട്ടോ നല്ലോണം ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കാഷ്യൂനട്ട് വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ബനാന ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, മാക്സിമം ഷെയറും ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.